ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 50,000 രൂപയുടെ ബഡ്ജറ്റിൽ ഒരു അടിപൊളി ഗെയിമിംഗ് എഡിറ്റിംഗ് പി സി ബിൽഡാണ്. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഈ ഒരു പി സി ബിൽഡ്. അതുപോലെ തന്നെ ഈ ഒരു പി സി നിങ്ങൾക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ഉള്ള ഒരു പി സി ബിൽഡാണ്. അതിന് മുന്നേ ഒരു ചെറിയൊരു ടെക് അപ്ഡേറ്റ് പറയാം. അതായത് നമ്മളുടെ RTX 5000 സീരീസ് ഉടനെ തന്നെ റിലീസാവാൻ പോവുകയാണ്. അതായത് RTX 5080 5090 ഒക്കെ വരും. അപ്പോൾ RTX 40 സീരീസ് തന്നെ അധികം ആരും ഒന്നും ഇപ്പോഴൊന്നും മേടിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷേ RTX 4060 3060 തമ്മിൽ ചെറിയ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതായത് 3060 4060 തമ്മിൽ വലിയ ഡിഫറൻസ് ഗെയിമിങ്ങിൽ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു പ്രൈസിന് 4060 മേടിച്ചിട്ട് വെറുത്തല്ല എന്ന് പറയുന്നുണ്ട്. അത് ഉള്ളത് തന്നെയാണ് കാര്യം. 46 സീരീസ് കുറച്ച് ഇഷ്യൂ ഉണ്ട്. എന്തായാലും 5000 സീരീസിൽ ആ ഒരു പ്രശ്നം സോൾവ് ആകും എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. 40 സീരീസിൽ VRAMൻ്റെ കുറച്ചൊരു ഇഷ്യൂ ആണ്. കാര്യം അത്രയും വലിയ ഗ്രാഫിക്സ് കാർഡിൽ ഒരു VRAM കുറച്ചിട്ടോണ്ടാണ് അങ്ങനെ കുറച്ച് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതായത് 5000 സീരീസിൽ അങ്ങനെ വരത്തില്ല എന്ന് ആണ് അവർ പറയുന്നത്. നമ്മൾ RTX ഓൺ ആക്കിയാലും നമുക്ക് നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ AMDയുടെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഗെയിമിംഗ് CPU വരുന്നുണ്ട്. അതായത് ഒരു ബഡ്ജറ്റ് സീരീസിൽ വരുന്ന ഒരു ഗെയിമിംഗ് CPU ആണ്. AMDയുടെ Ryzen 7 5800Xൻ്റെ 3D വേർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ Ryzen 5ൻ്റെ 5600X 3D വരുന്നുണ്ട്. 3D V ക്യാഷ് വെച്ചിട്ടുള്ള പ്രോസസ്സർ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് സീരീസ് തന്നെ അടിപൊളി ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള CPU കൂടെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ PC ബിൽഡിന് യൂസ് ചെയ്യുന്ന പാർട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു PC ബിൽഡ് യൂസ് ചെയ്യുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് ഇൻ്റലിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 13 ജനറേഷൻ i3 1300F പ്രോസസ്സറാണ്. ഇത് 4 കോർ 8 ത്രെഡ് തന്നെയാണ്. നേരത്തെ പോലെ തന്നെ 4 കോർ 8 ത്രെഡ് ആണ്. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്നുള്ളതാണ് ഈ ഒരു പ്രൊസസ്സറിൻ്റെ പ്രത്യേകത. അത്യാവശ്യം നല്ല ഗെയിമിംഗ് FPSും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 1080p 60 ഫ്രെയിംസൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രൊസസ്സർ യൂസ് ചെയ്തിട്ടൊക്കെ എഡിറ്റ് ചെയ്യാൻ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ഓടിക്കോളും. അപ്പോൾ അടുത്തതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മദർ ബോർഡ് എന്ന് പറയുന്നത് MSIയുടെ B660 മദർ ബോർഡാണ്. അപ്പോൾ ഈ മദർ ബോർഡ് നമുക്ക് B660 സീരീസ് അല്ലേ 13 ജനറേഷൻ സപ്പോർട്ട് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 12th ജനറേഷൻ 13 ജനറേഷൻ രണ്ടിനും സപ്പോർട്ടാവുന്ന വളരെ ചുരുങ്ങിയ കോസ്റ്റിലുള്ളൊരു മദർ ബോർഡാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ഉണ്ട്. അത് വേണമെങ്കിൽ ഈ ഒരു മദർ ബോർഡിനകത്ത് i5 13 ജനറേഷൻ കൂടെ വെച്ച് കൊടുക്കാം. പക്ഷേ F സീരീസ് വെക്കാനേ പറ്റുള്ളൂ. കാര്യം വളരെയധികം ഒരു ലോ ബഡ്ജറ്റുള്ള മദർ ബോർഡാണ്. അപ്പോൾ അതിൻ്റേതായ ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ i5 1300F വേണമെങ്കിൽ ഈ ഒരു മദർ ബോർഡിനകത്ത് വെച്ചും കാര്യങ്ങളൊക്കെ പോകാം. അപ്പോൾ നിങ്ങൾക്ക് വൈഫൈയും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വൈഫൈ കാർഡ് യൂസ് ചെയ്യാം. PCI സ്ലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അഡീഷണൽ ആയിട്ട് വൈഫൈ കാർഡിന് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും വൈഫൈ കാർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അടുത്തതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പോകുന്ന റാം എന്ന് പറയുന്നത് 16 GB റാമാണ്. അടുത്ത നമ്മൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പോകുന്ന റാം എന്ന് പറയുന്നത് 16 GB സിംഗിൾ സ്റ്റിക്ക് റാമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 8 GB യൂസ് ചെയ്യാം. പക്ഷേ 8 GB യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് മാക്സിമം 16 വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 16 GB സിംഗിൾ സ്റ്റിക്ക് റാം എടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 32 GB വരെ അപ്ഗ്രേഡ് ചെയ്ത് പോകാം. അപ്പോൾ 3200 MHz റാം തന്നെയാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 3600 MHz റാം വേണമെങ്കിൽ ചൂസ് ചെയ്യാം. നല്ലൊരു ഓപ്ഷനാണ്. കാര്യം ഇത് അത്രത്തോളം റാം ഫ്രീക്വൻസി സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ 16 GB 3600 MHz റാമും ചൂസ് ചെയ്യാം. ഇതിനകത്ത് അത്യാവശ്യം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഓവർക്ലോക്ക് ചെയ്യാം. റാം ഓവർക്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ 13 ജനറേഷൻ സപ്പോർട്ടറാണ്. ഈ പ്രോസസ്സറും മദർ ബോർഡും എല്ലാം സപ്പോർട്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പൊക്കോളും. അടുത്ത സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 500 GB നോർമൽ M.2 NVMe തന്നെയാണ്. Gen 4 എന്നുള്ള Gen 3 ആണ്. കാര്യം വളരെ മിനിമലായിട്ടുള്ള ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ 500 GB M.2 NVMe ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല റീഡ് ആൻഡ് റൈറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2000 മുകളിൽ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടും. വളരെ ഫാസ്റ്റായിട്ട് തന്നെ എല്ലാ ലോഡിങ്ങും അതുപോലെ തന്നെ സേവിങ് കാര്യങ്ങളൊക്കെ നടന്നോളും. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 550 വാട്ടിൻ്റെ പവർ സപ്ലൈ മിനിമം എടുത്തേ പറ്റുള്ളൂ. 650 എടുക്കാമെങ്കിൽ അത്ര നല്ലത്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റ് 550 ഒതുങ്ങി പോകത്തുള്ളൂ. അതും 80+ ബ്രോൺസ് പവർ സപ്ലൈനെ എടുക്കണം. അപ്പോൾ അതിലൊരു കോംപ്രമൈസ് ഇല്ല. പിന്നെ ക്യാബിനറ്റ് എന്നുള്ളത് നിങ്ങൾക്കൊരു 3000 ആ ഒരു റേഞ്ചിൽ അതിൻ്റെ മുകളിലോട്ട് വരുന്ന ക്യാബിനറ്റ് ഏത് വേണം എടുക്കാം. 2800 തൊട്ട് മിനിമം 2800 തൊട്ട് തുടങ്ങുന്ന ഏതെങ്കിലും ക്യാബിനറ്റ് എടുത്തേ പറ്റുള്ളൂ. കാര്യം അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് പോകണമെങ്കിൽ അത്രയും അതുപോലൊരു ക്യാബിനറ്റ് വേണം. അടുത്തതെന്ന് പറയുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ട് ഒരു കാര്യം നമ്മുടെ ഗ്രാഫിക്സ് കാർഡാണ്. ഗെയിമിങ്ങിന് എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ RTX 2060 സൂപ്പറാണ്. അപ്പോൾ RTX 2060 സൂപ്പർ ധാരാളമാണ് ഈ ഒരു i3 പെയർ ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ചെറിയ ബോട്ടിലിനൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. കാര്യം ഇത് 4 കോർ 8 ത്രെഡ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ RTX 2060 അല്ലെങ്കിൽ 2060 സൂപ്പർ യൂസ് ചെയ്യാം. അപ്പോൾ ഫ്യൂച്ചർ അപ്ഗ്രേഡ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോസസ്സർ മാത്രം അപ്ഗ്രേഡ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് RTX 2060 സൂപ്പർ ഗ്രാഫിക്സ് കാർഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യമായിട്ട് വളരെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും ഓടിക്കോളും. ഗെയിമിംഗ് എഡിറ്റിംഗ് സ്ട്രീമിംഗ് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് ഓടുന്ന ഒരു കിടിലം ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു PC ബിൽഡായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു 50Kയിൽ ഒരു ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ആയിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ടൈമിൽ വരുന്ന പാർട്സ് വെച്ച് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി PC ബിൽഡ്.
അപ്പോൾ AMD PC ബിൽഡ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് 50Kയിൽ. അപ്പോൾ അതിൽ ഇപ്പോഴും പ്രൈസ് വലിയ വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ AMD 50Kയുടെ PC ബിൽഡ് നേരത്തെ ബിൽഡ് ചെയ്ത് തന്നെ നോക്കാം. പക്ഷേ ഇൻ്റലിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇപ്പോൾ 50Kക്ക് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുക PC മാത്രമാണ്, PC ബിൽഡ് മാത്രമാണ്, മോണിറ്റർ ഇൻക്ലൂഡ് അല്ല. മോണിറ്റർ കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60K ഒക്കെ വരെയൊക്കെ കയറിയൊക്കെ പോകൂടെ. അപ്പോൾ 50Kക്ക് ഇപ്പോഴത്തെ ടൈമിൽ പറ്റിയ ഒരു ബെസ്റ്റ് PC ബിൽഡാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടിട്ടാണെങ്കിൽ അടുത്ത വീഡിയോ കാണാൻ. അതുവരെയും